സമ്മേളനത്തിൻ്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ സ്കൂൾ മാനേജറുമായ ശ്രീ ജോസഫ് എം കള്ളിവയൽ ആണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ജെസി ജോസ് അവർ, പ്രിൻസിപ്പൽ ശ്രീമതി മേരിയമ്മ തോമസ്, ഇവിടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച പ്രദീപ് ജോസഫ് സാറ്, ശ്രീമതി റോജാമണി ടീച്ചർ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുഭേഷ്, കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിജയമ്മ, PTA പ്രസിഡന്റ് ശ്രീ സജിമോൻ, അധ്യാപക പ്രതിനിധിയായി പ്രസംഗിക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ AJ, ശ്രീ ജോസഫ്, അനധ്യാപക പ്രതിനിധി ശ്രീ സാബു, സ്കൂൾ ലീഡർമാരായ മാസ്റ്റർ അഭിരാം, മാസ്റ്റർ അശ്വിൻ, സമ്മാനദാനം നിർവഹിക്കുന്ന ശ്രീമതി പ്രീതി ജോസഫ്, നാം ഇന്ന് ആദരവോടെ യാത്രാവന്ദനം പറയുന്ന ബഹുമാനപ്പെട്ട വർഗീസ് സാറ്, ബഹുമാനപ്പെട്ട മധുസൂദരൻ സാറ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ജയശ്രീൻ ജോർജ്, സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി, സാധാരണഗതിയിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു പേരിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ സ്കൂളിൻ്റെ പേര് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ മർഫി സാഹിബിൻ്റെ പേരിൽ ഈ സ്കൂൾ തുടങ്ങി എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ അതൊരു വ്യക്തിയെ മാത്രം ആദരിക്കലല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ചരിത്രത്തിലെ ചില സത്യസാക്ഷ്യങ്ങളെ നിഷേധിക്കാൻ നിവൃത്തിയില്ല. ബ്രിട്ടീഷ് ഭരണത്തെ നമുക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്തിന് ചെയ്ത ചില നല്ല കാര്യങ്ങളിലൊന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ, നമ്മളതിനെ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് അന്ന് നിലവിലിരുന്ന വേൾഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനാണ്, ഒരാഗോള വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അതിനെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിൽ ഒട്ടേറെ ഇംഗ്ലീഷുകാർ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. തങ്ങൾ ചെന്ന സ്ഥലങ്ങളിൽ മിഷണറിമാരായി ചെന്നവരുണ്ട്. മർഫി സാഹിബിനെ പോലെ കാർഷിക വ്യവസായവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവരുണ്ട്. ബെഞ്ചമിൻ ബെയ്ലിയെ പോലെ അച്ചടി ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആളുകളുണ്ട്. ഇവരെല്ലാവരും നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിലും കണ്ടന്റ് വലിയ സംഭാവനകളെ സമർപ്പിച്ചിട്ടുള്ളവരാണ്.
നമ്മൾ അവരെയൊക്കെ സൗകര്യപൂർവ്വം മറക്കുന്നു എന്നുള്ളത് ഒരു വശമാണ്. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അവരിൽ ചിലരെ നമ്മളിപ്പോഴും നിരന്തരം ഇവിടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പോരായ്മകളുടെ പേരിൽ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്തതായ ചരിത്രത്തോടുള്ള നമ്മളുടെ ഒരു ദ്രോഹപ്രവൃത്തിയാണ് എന്ന് പറയേണ്ടി വരും. കേണൽ മൺട്രോയും മെക്കാളെ പ്രഭുവുമാണ് നിരന്തരം നമ്മളുടെ ഒട്ടേറെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരിൽ നിന്ന് ഇപ്പോഴും ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ എന്ത് പോരായ്മ വരുമ്പോഴും നമ്മളുടെ പോരായ്മകൾ കൊണ്ടാണ് അത് എന്ന് സമ്മതിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് സർവ പഴിയും മെക്കാളെ പ്രഭുവിൻ്റെയും കേണൽ മൺട്രോയുടെയും ചുമലിലേക്ക് മാറ്റിവെക്കുന്ന ഒരു പതിവുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ സത്യം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. മർഫി സാഹിബ് ഇവിടെ വന്ന് ഈ സ്കൂള് അദ്ദേഹം ഉണ്ടാക്കിയതല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ കടപ്പാടിൻ്റെ സൂചനയായി ശ്രീ മൈക്കൽ കല്ലുവേലിൽ സ്ഥാപിച്ച സ്കൂളാണ്. പക്ഷേ മർഫി സാഹിബും സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. മുണ്ടക്കയത്ത് തന്നെ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളാണ്. അദ്ദേഹം സ്ഥാപിച്ച പള്ളികളുണ്ട്. അപ്പോൾ മർഫി സാഹിബ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഹൈറേഞ്ച് പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആത്മീയ നവീകരണത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ആരംഭം കുറിച്ച ഒരാളായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. എന്നാൽ മെക്കാളെ പ്രഭുവും കേണൽ മൺട്രോയും നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ തെറ്റായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നവരല്ല. അവരുടെ രാജ്യമായ ഇംഗ്ലണ്ടിൽ 600-700 വർഷങ്ങൾ പരീക്ഷിച്ച് നടപ്പാക്കി വിജയപ്രദമെന്ന് കണ്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് അവർ ഇന്ത്യയിൽ പരീക്ഷിച്ച് നോക്കാൻ ശ്രമിച്ചു. ഇന്ത്യക്ക് ദോഷം വരണം എന്ന് വിചാരിച്ചിട്ടല്ല. ഇംഗ്ലണ്ടിലേതുപോലെ തന്നെ ഇന്ത്യയിലും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം വരണം എന്ന സതുദ്ദേശത്തിൽ മെക്കാളെ പ്രഭുവും കേണൽ മൺട്രോയും ഇവിടെ പരീക്ഷിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തുടർച്ചയിലാണ് ഇന്നും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷമാകുമ്പോഴും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു? ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് 70 കൊല്ലമാകുമ്പോഴും എന്തുകൊണ്ടാണ് മെക്കാളെ പ്രഭുവും കേണൽ മൺട്രോയും സ്ഥാപിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നും ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞ 70 വർഷം ഭരിച്ച കേന്ദ്രം ഭരിച്ചവരാവട്ടെ സംസ്ഥാനം ഭരിച്ചവരാവട്ടെ ഇവിടുത്തെ ഭരണ നേതാക്കൾക്ക് കഴിയാതെ പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്? അതിൻ്റെ അർത്ഥം ഈ സായിപ്പന്മാരൊക്കെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളിൽ പലരും അവരെ ആക്ഷേപിക്കുന്നത് പോലെ ആക്ഷേപാർഹമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല എന്നുള്ളതാണ്. അതിൻ്റെ നല്ല വശങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിന് സ്വീകാര്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ അടിസ്ഥാന കാരണം. നേരത്തെ ഇവിടെ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് സാറും ടീച്ചറും വളരെ ഭംഗിയായി കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. ഈ സ്കൂള് നേടിയെടുത്ത വിജയങ്ങളുടെ കഥ അവർ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, 100% വിജയം നേടിയതും ഒട്ടേറെ A+കൾ സമ്പാദിച്ചതും നല്ല റെക്കോർഡോടുകൂടി ഇവിടെ നിന്ന് കുട്ടികൾ പാസ്സായതും പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ നേടിയെടുത്തതാണ് എന്ന സത്യത്തെ നമുക്ക് വിസ്മരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. പഴയതിനെ വിസ്മരിക്കുന്നത് പാപമാണ്. ഓർക്കേണ്ടതിനെ ഓർമ്മിക്കാതിരിക്കുന്നതും തെറ്റാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഇവിടെ തുടക്ക സമയത്ത് തന്നെ കാലത്തെ കടന്നുപോയ ഈ സ്കൂളിൽ ദീർഘകാലം പ്രവർത്തിച്ച് നയിച്ച് പഠിപ്പിച്ച് കാലഗതി അനുസരിച്ച് കടന്നുപോയ ചാക്കോ സാറിനെയും വിജയമ്മ ടീച്ചറിനെയും നിങ്ങൾ ഓർമ്മിച്ചു എന്നുള്ളതാണ്. അത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മെ കടന്നുപോയവരെയാണ് ആദ്യം ഓർമ്മിക്കേണ്ടത്. ആ രീതിയിൽ തന്നെ ഇവിടെ കടന്നുപോയ വിജയമ്മ ടീച്ചറെയും ചാക്കോ സാറിനെയും നിങ്ങൾ ഉചിതമായി ഓർമ്മിച്ചു എന്നുള്ളത് ഈ സ്കൂളിൻ്റെ ഒരു കൾച്ചറൽ ലെഗസി, ഒരു സാംസ്കാരിക പൈതൃകമായി ഞാൻ കാണുന്നു. അതിലെനിക്ക് അത്ഭുതമില്ല. കാരണം ശ്രീ മൈക്കൽ കല്ലുവയലിൽ സ്ഥാപിച്ച ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ ചില മൂല്യാധിഷ്ഠിത ദർശനങ്ങൾ ആ സ്കൂളിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. അതിൽ ഞാൻ ഈ സ്കൂളിനെ ഏറ്റവും ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. ഈ സ്കൂളിനെ സംബന്ധിച്ച് പേരുകൊണ്ട് മാത്രമല്ല, നടത്തിപ്പിലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നെല്ലാവരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നേരത്തെ നിങ്ങളുടെ മാനേജർ ശ്രീ ജോസഫ് കള്ളിവയലിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവും ഈ സ്കൂളിൻ്റെ സ്ഥാപകനുമായ ശ്രീ മൈക്കൽ കള്ളിവയലിൽ അവരുകളെ ദീർഘകാലമായി അറിയാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും ഈ നാടിൻ്റെ ചരിത്രത്തെ സ്വാധീനിച്ച, നിർണായകമായി സ്വാധീനിച്ച ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം. കാർഷിക രംഗത്ത് മാത്രമല്ല, സാമുദായിക പ്രവർത്തനങ്ങളിലും സാമൂഹിക രംഗത്തുമൊക്കെ കള്ളിവയലിൽ പാപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞിരുന്ന, എല്ലാവരും സ്നേഹത്തോടെ ആദരവോടെ കൊണ്ടുംപറമ്പിൽ പാപ്പൻ ചേട്ടൻ എന്ന് വിളിച്ചിരുന്ന ശ്രീ മൈക്കിളിൻ്റെ പിതാവും ഈ പ്രദേശത്തിൻ്റെ, ഹൈറേഞ്ച് പ്രദേശത്തിൻ്റെ മുഴുവൻ സാമൂഹിക മാറ്റങ്ങളിലും ഒരു കാലത്ത് നേതൃത്വം നൽകിയ ആളാണ്. ഞാൻ 5-6 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ 14 നേതാക്കന്മാരെ പറ്റി ഒരു പുസ്തകം എഴുതിയിരുന്നു. എൻ്റെ പിതാവ് ഉൾപ്പെടെ 14 പേരെ പറ്റി. അതിലൊരാൾ മലയാള മനോരമയുടെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിച്ച KC മാമൻ മാപ്പിളയായി. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാൻ ഞാൻ ആവശ്യപ്പെട്ടത് മാമൻ മാപ്പിളയുടെ മകനും
അന്ന് മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററുമായിരുന്ന ശ്രീ KM മാത്യുവിനോടാണ്. മാത്യു എഴുതിയ അവതാരികയിൽ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിലെ 14 നക്ഷത്രങ്ങളെ പറ്റിയാണ് ശ്രീ തോമസ് ഈ പുസ്തകത്തിൽ പറയുന്നത്. നക്ഷത്രമാകുവാൻ കഴിയുക എന്നുള്ളതിൻ്റെ അർത്ഥം ഉള്ളിൽ അഗ്നി ഉണ്ടാവുക എന്നുള്ളതാണ്. ഉള്ളിൽ ദേശീയതയുടെയും ദേശാഭിമാനത്തിൻ്റെയും അഗ്നി ഉണ്ടായിരുന്ന 14 പേരെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് നക്ഷത്രങ്ങളുടെ കാര്യമാണ്. നക്ഷത്രങ്ങൾ അവരുടെ കഴിവിലാണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും ശ്രീയക്കും നക്ഷത്രങ്ങളുടെ മക്കളാണ്. നക്ഷത്രങ്ങളുടെ മക്കളാവുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അവരുടെ കഴിവ് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അത് ദൈവാധീനവും ഭാഗ്യവുമാണ്. അങ്ങനെയാണ് എനിക്കും ശ്രീയക്കിനും നക്ഷത്രങ്ങളുടെ മക്കളാവാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം ആ അവതാരികയിൽ പറഞ്ഞു. കൊള്ളുപറമ്പിൽ പാപ്പൻ ചേട്ടൻ ഒരു നക്ഷത്രമാണ്. മൈക്കൽ കല്ലുവയലിൽ നക്ഷത്രത്തിൻ്റെ മകനുമായിരുന്നു. പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വഴി നക്ഷത്രമായ ആളാണ്. ഇപ്പോൾ ശ്രീ ജോസഫും നക്ഷത്രത്തിൻ്റെ മകനായി ഈ സ്കൂളിൻ്റെ മാനേജർ പദവിയിലിരിക്കുന്നു. അതൊരു ഭാഗ്യമാണ്. ശ്രീ മൈക്കൽ കല്ലുവയൽ ഹൈറേഞ്ചിലെ സാമൂഹിക ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച ആളാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചില സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇന്നും നമ്മൾ വളരെ ആദരവോടെ കാണുന്നത്. അദ്ദേഹം ഒരു കർഷകനാണ്, വ്യവസായിയാണ്, സാമൂഹിക പ്രവർത്തകനാണ്, സമുദായ നേതാവാണ്. ഇതിനെല്ലാം ഉപരി മർഫി സ്കൂള് സ്ഥാപിക്കുക വഴി അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് എന്നും തെളിയിച്ചിരിക്കുന്നു. ഇതൊക്കെ അവർ ചെയ്തതുകൊണ്ട് നമുക്കുണ്ടായ ഭാഗ്യമാണ് എന്ന് വിചാരിക്കും. അദ്ദേഹം മർഫി സ്കൂള് തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ഒട്ടേറെ കുട്ടികൾക്ക് കഴിഞ്ഞ അനേക വർഷങ്ങളായി നല്ല പരീക്ഷാ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ വ്യക്തിമുദ്രകൾ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കാരണം വിദ്യാഭ്യാസമാണ്. കേരളത്തിൻ്റെ ദിവ്യ സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസമാണെന്ന് പറയേണ്ടി വരും. നമ്മളൊക്കെ ക്രൈസ്തവ ഭക്തിഗാനത്തിൽ പാടും. യേശുവിനെ കുറിച്ച് നമ്മൾ പാടാറുണ്ടല്ലോ ഭക്തിയോടെ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. കേരളീയർക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും വിദ്യാഭ്യാസത്തെ നോക്കി പറയാൻ കഴിയുന്ന ഒരു ഭക്തിവാചകമാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. കേരളത്തിൻ്റെ ഈ ദിവ്യ സമ്പത്ത് കൊണ്ടാണ് ഒട്ടേറെ മലയാളികൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും പോയി ജീവിതത്തെ ഭംഗിയായി കരുപിടിപ്പിക്കാൻ കഴിഞ്ഞത്. ഹൈറേഞ്ച് പ്രദേശത്ത് ഇവിടെ പഠിച്ച് പാസ്സായിപ്പോയ എത്രയോ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് പരീക്ഷകൾ പാസ്സായവരുണ്ട്. വ്യവസായ സംരംഭങ്ങളിൽ നേതൃപദവികളിൽ എത്തിയവരുണ്ട്.
ഒന്നാന്തരം കർഷകരായി തിളങ്ങിയവരുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും അവരുടെ സാന്നിധ്യത്തെ അറിയിച്ചവരുണ്ട്. ഇതിനെല്ലാം കാരണം ഈ മർഫി സ്കൂളാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ മർഫി സ്കൂളിനെ ഇപ്പോഴും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടതും അതാണ്. വിദ്യാഭ്യാസത്തിൽ മാറി വന്നുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതേക്കുറിച്ചൊന്നും ദീർഘമായി പറയേണ്ട സന്ദർഭമല്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു വരുന്നത്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ദ സിലബസ് എന്നുള്ളതാണ്. സിലബസിലുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ബിയോണ്ട് ദ സിലബസ്. എഡ്യൂക്കേഷൻ ഈസ് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്സ്. പാഠപുസ്തകങ്ങൾക്കും അപ്പുറത്തുമുള്ളതാണ് വിദ്യാഭ്യാസം. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ബിയോണ്ട് ദ ടീച്ചേഴ്സ്. അധ്യാപകർക്കും അപ്പുറമാണ് പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ സിലബസിൻ്റെ ഒരു ഫ്രെയിമിൽ മാത്രമായി അവരെ പരിമിതപ്പെടുത്താൻ പാടില്ല. അവർക്ക് പാഠപുസ്തകങ്ങൾക്കൊപ്പം തന്നെ അവരുടെ വ്യത്യസ്തമായ കഴിവുകളിൽ അഭിരമിക്കാനുള്ള അവകാശമുള്ളവരാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കുറേ കാലമായി നമ്മളൊക്കെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് മക്കളെ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആകാൻ വേണ്ടി നേർന്ന് അത്തരം സ്ഥാപനങ്ങളിൽ അവരെ ചേർത്ത് ആ നിലയിലേക്ക് മാത്രം അവരുടെ കുട്ടികളെ വഴിതിരിച്ചു വിടുന്ന ഒരു കാലമുണ്ട്. സ്വഭാവം ഒരു സമൂഹത്തിന് നിലനിൽക്കണമെങ്കിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രം പോരാ എന്ന തിരിച്ചറിവുണ്ടാവേണ്ടത് രക്ഷകർത്താക്കൾക്ക്. ആവശ്യമാണ് എഞ്ചിനീയർമാർ, ഡോക്ടർമാരും ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഞ്ചിനീയറിംഗ് പാസ്സായി എത്രയോ യുവജനങ്ങളാണ് തൊഴിലില്ലാതെ 10,000-നും 15,000-നും ബാംഗ്ലൂരും ബോംബെയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 1 ലക്ഷവും 1.5 ലക്ഷവും ശമ്പളം വാങ്ങുന്ന ചില എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരെ പറ്റി ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം എഞ്ചിനീയർമാരും തൊഴിൽ രഹിതരായി വരാൻ പോകുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡോക്ടർമാരും അങ്ങനെ. ഈ രാജ്യത്ത് നമുക്ക് നല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യമാണ്. നല്ല ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കൾ ആവശ്യമാണ്. നല്ല ആത്മീയർ ആവശ്യമാണ്. നല്ല സന്യാസികളും നല്ല പുരോഹിതനും ഉണ്ടാവേണ്ടതുണ്ട്. നല്ല അഭിഭാഷകരുണ്ടാകും. നീതിയുടെ സംരക്ഷകരായി നിൽക്കുന്ന ന്യായാധിപന്മാരുണ്ടാകും. നന്നായി കവിത എഴുതുന്ന കവികളും ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാരും ഉണ്ടാകും. കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള ധൈര്യവും വൈദഗ്ധ്യവുമുള്ള കർഷകരുണ്ടാകും. ഒന്നാന്തരം അധ്യാപകരുണ്ടാകും. ഇതെല്ലാം ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് വീട്ടിൽ ക്ലാസ്സിൽ നിന്ന് വന്ന് 4 മണി സമയത്ത് കളിക്കാൻ പോകുന്ന കുട്ടിയെ നിങ്ങൾ തടയാൻ പാടില്ല. കളിയുടെ രംഗത്തും ഇന്ത്യക്ക് ഭാവിയിൽ നല്ല കായിക താരങ്ങളുണ്ടാകും. കളിയും ജീവിതത്തിൻ്റെ ഭാഗമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഏതെങ്കിലും മകൻ സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരം പുസ്തകമെടുത്ത് വായിക്കുന്നതിന് പകരം
നോട്ട് ബുക്കിൽ ചിത്രം വരച്ചാൽ ആ വിദ്യാർത്ഥിയെ നിങ്ങൾ ശകാരിക്കുന്നത് ശരിയല്ല. അവന് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നല്ല മനസ്സും മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. കവിത എഴുതുന്നവർ വേണം, പാട്ട് പാടുന്നവർ വേണം, നൃത്തം ചെയ്യുന്നവർ വേണം. ഇതെല്ലാം ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവശ്യമായ, വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ നക്ഷത്രങ്ങളായിട്ടാണ് അവരൊക്കെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ക്ലാസ്സിൽ അധ്യാപകർ കുട്ടികളെ നിരന്തരം പഠിക്കാൻ മാത്രം ശകാരിച്ചുകൂടാ. പഠനത്തിൽ അല്പം മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ പേരിൽ കുട്ടികളെ ശപിക്കുന്നതും ശകാരിക്കുന്നതും അവരുടെ മനസ്സിനെ കെടുത്തിക്കളയും എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. മാർക്ക് കുറയുന്ന കുട്ടിയോട് നിനക്ക് നന്നായി പഠിച്ചാൽ ഇതിലും മാർക്ക് വാങ്ങാൻ ഉള്ള കഴിവുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ആ കുട്ടിക്ക് പ്രോത്സാഹനമുണ്ടാവുക. അവനെ ശപിക്കുമ്പോൾ അവൻ്റെ മനസ്സ് കെട്ടുപോകുന്നു. മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം നമ്മളെ നമ്മുടെ ഗുരുക്കന്മാരൊന്നും നമ്മുടെ മാതാപിതാക്കളൊന്നും ശപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളുടെ ജീവിതങ്ങളിൽ നാം വിദ്യാർത്ഥികളായിരുന്നപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ച ചെറിയ ചെറിയ സാമർഥ്യങ്ങളിൽ മാതാപിതാക്കളും അധ്യാപകരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിഞ്ഞത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ്. ആ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. പഴയ കാലത്തൊക്കെ സ്കൂൾ ആനിവേഴ്സറികളിൽ ഒട്ടേറെ കപ്പുകൾ കായിക രംഗത്തെ പ്രതിഭകൾക്ക് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഇവിടെയെല്ലാം A+കാർക്കായി നമ്മൾ റിസർവ് ചെയ്ത് മാറ്റുകയാണ്. A+ ആവശ്യമാണ്, നല്ലതുമാണ്, വേണ്ടതുമാണ്. പക്ഷെ അതിനപ്പുറത്ത് പ്രസംഗത്തിൽ ഒന്നാമതായി എത്തുന്ന കുട്ടിക്ക്, സ്പോർട്സിൽ ഒന്നാമതെത്തുന്ന കുട്ടിക്ക്, പാട്ടിൽ ഒന്നാമതെത്തുന്ന കുട്ടിക്ക് A+ നേടുന്ന കുട്ടിയെപ്പോലെ തന്നെയുള്ള പ്രാധാന്യമുണ്ട് എന്ന പരമമായ സത്യത്തെ അധ്യാപകരും മാതാപിതാക്കളും മറക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒട്ടേറെ വ്യാഖ്യാനങ്ങളും തിയറികളും ഉണ്ടാകും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ കുറച്ച് കാലം മുൻപ് റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സംഭവം കൽക്കട്ടയിൽ സംഭവിച്ച ഒരു കാര്യം. റീഡേഴ്സ് ഡൈജസ്റ്റ് മാസിക അത് പ്രസിദ്ധീകരിച്ചു. ഇന്നും അത് വായിച്ചതെൻ്റെ മനസ്സിലുണ്ട്. 1945 റീഡേഴ്സ് ഡൈജസ്റ്റ് പറയുന്നത്. കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ, സബർബൻ റെയിൽവേ സ്റ്റേഷൻ എന്ന അടുത്തുള്ള ഒരു ഗ്രാമീണ റെയിൽവേ സ്റ്റേഷൻ, തീവണ്ടി വന്ന് നിൽക്കുന്നു രാവിലെ 7:30 മണിക്ക്. 10 മിനിറ്റ് അവിടെ സ്റ്റോപ്പുള്ളൂ. അന്ന് ഇന്നത്തേതുപോലെയുള്ള ഇലക്ട്രിക് തീവണ്ടികളല്ല, കരി കത്തിച്ച് ഓടുന്ന കരിവണ്ടികളാണ് തീവണ്ടികളൊക്കെ. തീവണ്ടി പോകുന്നതിന് മുൻപ് 3 വിസിലാണ്. ഒന്നൊരു വാർണിംഗ് വിസിലുണ്ട്, രണ്ടാമത്തെ വിസില്, മൂന്നാമത്തെ വിസിലിന് തീവണ്ടി സ്റ്റേഷൻ വിട്ടുപോകും. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തീവണ്ടി വന്ന് നിൽക്കുന്നു. കൽക്കട്ടയ്ക്ക് പോകുന്ന തീവണ്ടിയാണ്. കുറേ ആളുകൾ അവിടെ ഇറങ്ങി. മറ്റു ചിലർ ചായ വാങ്ങാനും പത്രം വാങ്ങാനും ഒക്കെയായി പ്ലാറ്റ്ഫോറത്തിലേക്ക് പോയി. അപ്പോഴാണ് വൃദ്ധയായ ഒരു ഗ്രാമീണ സ്ത്രീ, an old village woman എന്നാണ് മാസിക പറയുന്നത്. an old village woman, വൃദ്ധയായ ഒരു ഗ്രാമീണ സ്ത്രീ, എ ഹെഞ്ച് ബാക്ക് എന്ന മുതുകത്ത് വല്ലാതെ കൂനുള്ള
ശാരീരികമായി വൈകല്യമുള്ള വൃദ്ധയായ ഒരു ഗ്രാമീണ സ്ത്രീ. ക്യാരിയിങ് എ ഹെവി ട്രങ്ക്. അക്കാലത്ത് ഭാരമുള്ള തകരപ്പെട്ടികളുമായിട്ടാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ഭാരമുള്ള ഒരു തകരപ്പെട്ടിയുമായി ഈ സ്ത്രീ തീവണ്ടിയിലേക്ക് കയറാൻ വരുന്നു. ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ അവർ ശ്രമിച്ചിട്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ല. ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന യാത്രക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാസിക പറയുന്നത് ഷി വാസ് സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഇൻ. അതിൽ കയറാൻ വേണ്ടി അവൾ കഷ്ടപ്പെടുകയാണ്, ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും അവളുടെ സഹായത്തിന് കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നവർ വന്നില്ല. അപ്പോഴാണ് ആദ്യത്തെ വിസിൽ വരുന്നു, വാർണിംഗ് വിസിൽ. അപ്പോൾ ഇറങ്ങിപ്പോയവരൊക്കെ തിരികെ തീവണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ 18-19 വയസ്സുള്ള ഒരു യുവാവ് ആ കമ്പാർട്ട്മെൻറ്റിൽ വന്ന് ചായ കുടിക്കാനോ മറ്റോ ഇറങ്ങിപ്പോയവനാണ്. അവൻ ഓടി തിരികെ വരികയാണ് അവൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ. വരുമ്പോൾ അവൻ കാണുന്ന കാഴ്ച ഈ വൃദ്ധയായ ഗ്രാമീണ സ്ത്രീ ഭാരമുള്ള തകരപ്പെട്ടിയുമായി ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ കഷ്ടപ്പെടുന്നതാണ്. അവൻ പെട്ടെന്ന് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഈ തകരപ്പെട്ടി വാങ്ങി തീവണ്ടി മുറിക്കുള്ളിലേക്ക് തള്ളിവെച്ചു. എന്നിട്ട് അവരുടെ കൈ പിടിച്ച് കയറ്റാൻ നോക്കി. പക്ഷെ അവരുടെ ശാരീരികമായ വൈകല്യം കൊണ്ട് അവർക്ക് ആ തീവണ്ടിയുടെ ഈ സ്റ്റെപ്സ് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വിസിലായി. മൂന്നാമത്തെ വിസിലിന് തീവണ്ടി പോകും. അവൻ പെട്ടെന്ന് ആ തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെപ്പിനോട് ചേർന്ന് മുട്ടിന്മേൽ നിന്നു. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു അവൻ്റെ തോളിൽ ചവിട്ടി അകത്തേക്ക് കയറുക. അതേ മാർഗമുള്ളൂ. ആ സ്ത്രീ മടിച്ചു നിന്നു. ചെരുപ്പ് പോലും ഉപയോഗിക്കാത്ത മുഷിഞ്ഞ പൊടിയും ചെളിയും പറ്റിയ പാദങ്ങളോടുകൂടിയ സ്ത്രീക്ക് അവൻ്റെ വെളുത്ത വസ്ത്രത്തിൽ ചവിട്ടിക്കയറാൻ മടിച്ച് അവർ നിൽക്കുമ്പോൾ അവൻ അവരോട് ക്ഷോഭിച്ചു. ഈ തീവണ്ടിയിൽ നിങ്ങൾ പോരാനാണെങ്കിൽ വേഗം ചവിട്ടിക്കയറുക, അല്ലെങ്കിൽ ഇപ്പോൾ തീവണ്ടി വിട്ടുപോകുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ അവൻ്റെ ദേഷ്യം കണ്ട് പേടിച്ച് അവൻ്റെ തോളിൽ ചവിട്ടി ആ തീവണ്ടി മുറിയിലേക്ക് കയറി. അവൻ അവൻ്റെ സീറ്റിൽ പോയിരുന്നു. ആ സ്ത്രീ വളരെ പാവപ്പെട്ട സ്ത്രീയായതുകൊണ്ട് സീറ്റിൽ പോലും ഇരിക്കാതെ നിലത്ത് ആ തകരപ്പെട്ടിയുടെ മുകളിൽ പോയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ, നമ്മൾ സാഹിബിനെ എപ്പോഴും കുറ്റം പറയുന്നവരാണ്, ഒരു ഇംഗ്ലീഷുകാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവനോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. പക്ഷേ തീവണ്ടി സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആ യുവാവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. നീലോൽപൽ ദാസ് എന്നാണ് അവൻ്റെ പേര്. അവൻ കൽക്കട്ടക്കാരൻ, ബംഗാളിയാണ്. നമുക്കൊക്കെ ബംഗാളികളെ ഇപ്പോൾ പരമപുച്ഛമാണല്ലോ. അവനൊരു ബംഗാളി പയ്യനാണ്. അവൻ എന്തെടുക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവൻ കൽക്കട്ടയിലെ ഒരു കോളേജിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ആ കോളേജിൽ അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അദ്ദേഹം പിന്നീടൊന്നും ചോദിച്ചില്ല. അവൻ ചെയ്ത കാര്യത്തെപ്പറ്റി ഒരു പ്രശംസാ വാക്കും അവനോട് പറഞ്ഞില്ല. എല്ലാവരും കൽക്കട്ട സ്റ്റേഷനിൽ വന്ന് അവരവരുടെ വഴിക്ക് പിരിഞ്ഞുപോയി. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ കോളേജിലെ പ്രിൻസിപ്പലിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ ഒരു കത്ത് വന്നു. അതിലും ഇതൊന്നും പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പലിനോട് രജിസ്ട്രാർ പറഞ്ഞത് ഒരു വാചകമേ ഉള്ളൂ: The University of Oxford has decided to award a special scholarship fellowship to Nilolpal Das of your college. നിങ്ങളുടെ കോളേജിലെ നീലോൽപൽ ദാസ് എന്ന വിദ്യാർത്ഥിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിൻസിപ്പലിന് സംശയമായി. കാരണം ഇവൻ
ഡിഗ്രി പോലും പാസ്സാകാത്തവനാണ്. ഓക്സ്ഫോർഡിൽ പഠിക്കാനുള്ള മിനിമം യോഗ്യത അവനാകുന്നതേ. അതുകൊണ്ട് അദ്ദേഹം അവനെ വിളിച്ച് ഒന്നും പറഞ്ഞില്ല. ഓക്സ്ഫോർഡിലേക്ക് അദ്ദേഹം ഒരു മറുപടി കത്ത് എഴുതിയെന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഐ എം അഫ്രെയ്ഡ് വെദർ യു ഹാവ് awarded the scholarship by some misunderstanding. ഏതോ തെറ്റിദ്ധാരണയുടെ ഫലമായി ഇവന് നിങ്ങൾ ഈ സ്കോളർഷിപ്പ് അനുവദിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ബിക്കോസ് ഹി ഈസ് നോട്ട് ഈവൻ എ ഗ്രാജുവേറ്റ്. അവനൊരു ബിരുദധാരി പോലും അല്ലാത്ത വിദ്യാർത്ഥി ഓക്സ്ഫോർഡിൽ പഠിക്കാൻ. ഈ കത്ത് എന്നപ്പോഴാണ് രണ്ടാമത്തെ കത്ത് അദ്ദേഹം അയക്കുന്നത് അവിടുന്ന് രജിസ്ട്രാർ. അതിൽ അന്നത്തെ ആ റെയിൽവേ സ്റ്റേഷനിലെ സംഭവം പറഞ്ഞു. ഓക്സ്ഫോർഡിലെ സയൻസിൻ്റെ ഡീനായിരുന്നു അതിൽ സഞ്ചരിച്ചിരുന്ന ആ ഇംഗ്ലീഷുകാരൻ. അദ്ദേഹം തിരികെ ഓക്സ്ഫോർഡിൽ ചെന്ന് പ്രത്യേകമായി ഗവേണിംഗ് ബോർഡിൽ പറഞ്ഞ് ഈ കുട്ടിക്ക് അനുവദിപ്പിച്ചതാണ്. ഈ സംഭവം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിപ്പിച്ച സ്കോളർഷിപ്പായിരുന്നു. ഈ കാര്യമെല്ലാം രണ്ടാമത്തെ കത്തിൽ രജിസ്ട്രാർ പറഞ്ഞു. പക്ഷേ അതിൽ അദ്ദേഹം അവസാനം പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രക്ഷകർത്താക്കളോടും അധ്യാപകരോടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും. എന്താണ് വിദ്യാഭ്യാസം? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? അതാണ് അവസാനത്തെ സെൻറ്റൻസിൽ രജിസ്ട്രാർ പറഞ്ഞത്. അദ്ദേഹം പ്രിൻസിപ്പലിനോട് പറഞ്ഞു, യു ഹാവ് മെൻഷൻഡ് ഇൻ യുവർ ലെറ്റർ ദാറ്റ് ദ ബോയ് ഈസ് നോട്ട് ഈവൻ എ ഗ്രാജുവേറ്റ്. നിങ്ങൾ ആ കത്തിൽ പറഞ്ഞല്ലോ നീലോത്പൽ ദാസ് ഒരു ബിരുദധാരി പോലും അല്ല എന്ന്. ബട്ട് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ഡീംഡ് ദ ഡസ്റ്റി ഫുട് പ്രിന്റ്സ് ഓഫ് ദ ഓൾഡ് വില്ലേജ് വുമൺ on the white shirt of that boy on that day as a greater degree ever conferred by any university in the world. നിങ്ങൾ പറഞ്ഞല്ലോ അവൻ ഡിഗ്രി പോലും പാസ്സാകാത്തവനാണ് എന്ന്. എന്നാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കരുതുന്നത് അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ യുവാവിൻ്റെ വെളുത്ത ഷർട്ടിന്മേൽ പതിഞ്ഞ വൃദ്ധയായ ആ ഗ്രാമീണ സ്ത്രീയുടെ മുഷിഞ്ഞ കാൽപ്പാടുകളേക്കാൾ വലിയ ഒരു ഡിഗ്രി ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയും ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നാണ്. ഇതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് A+ഓ 100% വിജയമോ ഒന്നുമല്ല, ഡിസ്റ്റിങ്ഷൻ അല്ല. അതിലെല്ലാം അപ്പുറത്ത് തൊട്ടടുത്ത് നിൽക്കുന്നവനെ കാണാനുള്ള കഴിവുണ്ടാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥമായ വിദ്യാഭ്യാസം നൽകുന്നത്. മർഫി സാഹിബിൻ്റെ പേരിൽ സമർപ്പിതമായിട്ടുള്ള ഈ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ശ്രീ മൈക്കൽ കൽവേലിയാൽ സ്ഥാപിതമായത്, ശ്രീ ജോസഫിനാൽ നയിക്കപ്പെടുന്ന ഈ സ്കൂള് വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ എന്താണ് എന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയം എന്താണ് എന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ ബൗദ്ധികമായ സാങ്കത്യം എന്താണ് എന്ന് ഈ വിദ്യാർത്ഥികളെ ശരിയായ ദിശയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇടവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമസ്കാരം.